ഇന്നൊരു ചിക്കൻ മോമോസിൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യമേ മോമോസിന് വേണ്ടിയിട്ടുള്ള സോസ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. 2 തക്കാളിയും കുറച്ച് വറ്റൽമുളകും കുറച്ച് വെളുത്തുള്ളിയും പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് കുറുക്കിയെടുക്കാം. എണ്ണ തെളിയുന്നത് വരെ ഇത് കുക്ക് ചെയ്തെടുക്കാം. സോസ് റെഡിയായി. ഇനി ഇത് ചൂടാറുന്നത് വരെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. ഇനി മോമോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. 3 മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തതാണ്. ഇതിൻ്റെ കൂടെ 4-5 അല്ലി വെളുത്തുള്ളി കൂടി ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർക്കാം. മോമോസിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ചോപ്പ് ചെയ്യുകയോ വേണം. ഇനി കുറച്ച് മല്ലിയിലയും കുറച്ച് ക്യാബേജും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി സോയാ സോസും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോയാ സോസിൽ ഉപ്പുള്ളത് കൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. മോമോസിൻ്റെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 ടീസ്പൂൺ സോയാ സോസാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. സോയാ സോസിൻ്റെ ഫ്ലേവർ ഇനിയും വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മോമോസിന് വേണ്ടിയിട്ടുള്ള ഡൗ റെഡിയാക്കി എടുക്കുന്നുണ്ട്. 3 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറു ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുക. ഒരു ചപ്പാത്തി മാവിൻ്റെ ഒക്കെ പരുവത്തിൽ കുഴച്ചെടുക്കുക. ഇനി പരത്തി അത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഫില്ലിങ്സ് വെച്ചെടുത്ത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഫോൾഡ് ചെയ്തെടുക്കുക. ഞങ്ങൾ കൂടുതലും ഈ ഒരു ഷേപ്പിലാണ് ചെയ്തെടുക്കാറ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഫോൾഡ് ചെയ്തെടുക്കാം. ഈ ഒരു കിഴി ഷേപ്പിൽ ചെയ്തെടുക്കുന്നതാണ് കുറച്ചും കൂടി എനിക്ക് എളുപ്പമായൊരു മെത്തേഡായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തിട്ടല്ല, സ്റ്റീം ചെയ്തിട്ടാണ് ഇന്ന് മോമോസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വെള്ളം ബോയിൽ ചെയ്ത് വരുമ്പോൾ ഇതുപോലെ ഇഡ്ഡലി തട്ടൊന്ന് ഗ്രീസ് ചെയ്ത് അതിലേക്ക് മോമോസ് വെച്ച് കൊടുക്കാം. ഇനി കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ കുക്കായി കിട്ടും. ചിക്കൻ ഓൾറെഡി കുക്ക് ചെയ്തതാണല്ലോ. ആദ്യമായിട്ടാണ് ചിക്കൻ കുക്ക് ചെയ്തിട്ട് മോമോസ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ചിക്കൻ ഡയറക്റ്റ് ചേർത്തിട്ടാണ് മോമോസ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്ക് കുറച്ചും കൂടി ഇഷ്ടം അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിലൊന്ന് ചെയ്ത് നോക്കിയെന്നുള്ളൂ. ഫ്രൈ ചെയ്യുന്നതിനെക്കാട്ടും കുറച്ചും കൂടി മോമോസ് ഒരു ഫ്ലേവർ തോന്നൽ സ്റ്റീം ചെയ്തെടുക്കുമ്പോഴാണ്. ഇനി ഈ സോസിൻ്റെ കൂടെ മോമോസ് അടിപൊളിയാണ്.